ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏറ്റവും വലിയ ക്രൂരതയുടെ ഒരു അടയാളമായിട്ട് ഇന്നും നിൽക്കുന്ന ഒരു സാധനമാട്ടോ ഈ സെല്ലുലാർ ജയിൽ. ഇതാണ് സെല്ലുലാർ ജയിലിന്റെ അഡ്മിൻ ബ്ലോക്ക്. ഇവിടെ നിന്നാണ് കയറിയിട്ട് ഒരുപാട് ബ്ലോക്കുകളായിട്ട് 7 ബ്ലോക്കുകളായിട്ട് തിരിയുന്നത്. ആന്തമാനിലേക്കും സെല്ലുലാർ ജയിലിലേക്കും നമ്മെ ആദ്യം കൊണ്ടുപോയത് കാലാപാനി സിനിമയിലൂടെ പ്രിയദർശനും മോഹൻലാലും കൂടിയാണ്. സിനിമക്കപ്പുറം ഒരുപാട് മലയാളികളുടെ ചോരയുടെയും കണ്ണീരിൻ്റെയും അടയാളം ശേഷിക്കുന്നുണ്ട് ഇന്നും ഇവിടെ. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ മാപ്പിള ലഹളയെ തുടർന്ന് നൂറുകണക്കിന് മുസ്ലിങ്ങളെ നാടുകടത്തി തടവിലാക്കിയത് ഈ ജയിലിൻ്റെ ഇരുട്ടറകളിലായിരുന്നു. അവരുടേതടക്കം ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രമാണ് ഉള്ളിൽ കയറുമ്പോൾ ആദ്യം നമുക്ക് കാണാനാവുക. നമ്മൾ ജയിലിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ദീപശിഖ കാണാം, ഒരു അണയാത്ത ദീപശിഖ. ഇത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മക്കായിട്ട് അങ്ങനെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ മൊത്തം സെല്ലുലാർ ജയിലിൻ്റെ ഒരു രൂപരേഖയാണ്. ഈ രൂപത്തിൽ ഫുള്ളായിട്ട് ഇന്നില്ല, കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിന് പോലും ക്രൂരതൻ്റെ അടയാളം കാണാൻ പറ്റും. അതായത് ഒരു സൈക്കിളിൻ്റെ ടയറിന് മാതിരി നടുവിലൊരു വാച്ച് ടവർ, അവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാ സെല്ലിലേക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു ജയിലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ജയിലിൻ്റെ ബാക്ക് സൈഡേ കാണാൻ പറ്റുള്ളൂ. അതായത് വേറൊരു ഒരു മനുഷ്യനെ കാണാൻ പോലും ഈ ഒരു നിർമ്മാണ രീതി സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ ഒരു ആട്ടുകല്ലാണ്. ഇതിൽ ആട്ടിയിരുന്നത് കാളും പോത്തുന്നായിരുന്നില്ല, മനുഷ്യന്മാരായിരുന്നുള്ള പ്രത്യേകത. അവിടെ ജയിലിലായിരുന്ന തടവുകാരായിരുന്നു ഇതിൽ ആട്ടിയിരുന്നത്. ഈ കാണുന്നതാണ് അന്നത്തെ യൂണിഫോമും അവരെ ചങ്ങലക്കെട്ട് നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു മാതൃകയാണിത്. ഇവിടെയുള്ള തടവുകാരിൽ അധികവും രാഷ്ട്രീയ തടവുകാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അതിനായിരുന്നു ഈ ജയില് മുൻതൂക്കം കൊടുത്തിരുന്നത്. തടവുകാരെ തൂക്കിലേറ്റിരുന്നത് ഇവിടെയാണ്. സാധാരണഗതിയിൽ ഒരു കഴുമരം ഒരാളാണ് ഉണ്ടാവുക. ഇവിടെ 3 പേരെയും ഒരുമിച്ച് തൂക്കിലേറ്റുന്ന രൂപത്തിലാണ്. അതായത് തടവുകാരെ മാനസികമായിട്ടും കൂടി പീഡിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് 3 കഴുമരം ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ തൂക്കുന്നത്. തൂക്കി കഴിഞ്ഞാൽ ഈ പലക തുറക്കും. പലക തുറന്നു കഴിഞ്ഞാൽ ബോഡി താഴേക്ക് വെക്കും. ഈ ബോഡി താഴേക്ക് വെക്കുന്നതാണ് ഈ ഭാഗം. ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതൊക്കെ താഴേക്ക് പോകുന്ന ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ തടവറൻ്റെ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു ഇരുണ്ട റൂം, അതിൻ്റെ ലോക്കർ പ്രത്യേക സാധനം തന്നെ. പുറത്തുനിന്ന് മതിൽ തുളച്ച് വെച്ചിട്ടുള്ള ഈ ലോക്കിന് ചാവി ജയിൽ പുള്ളി കിട്ടിയാൽ പോലും അത് തുറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പ്രത്യേകത. ബർമയിൽ നിന്ന് കടൽ മാർഗം കൊണ്ടുവന്ന 3 ലക്ഷത്തിലധികം ഇഷ്ടം കൊണ്ടാണ് ഈ കൂറ്റൻ ജയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ 3 ഫ്ലോറിലായിട്ടാണ് ജയിൽ ഉണ്ടാക്കുന്നത്. എവിടെ നോക്കിയാലും ഏകദേശം ഒരേ കാഴ്ച തന്നെയാണ്. തടവുകാരെ കൊന്ന് കയ്യും കാലും കുടുക്കിയിട്ട് ചാട്ടവാറടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ഈ സെൻട്രൽ ഭാഗത്തു നിന്ന് ഓരോ വരി ജയിലിലേക്കും പോകാൻ ഇതൊരു മരത്തിൻ്റെ ഉയർത്താൻ പറ്റുന്ന ഒരു പാലത്തിൻ്റെ കണക്ഷനാണ്. ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുള്ള കണക്ഷൻ പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് ജയിൽ പുള്ളിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാവില്ല അന്നേരം. ഈ സെൻട്രൽ ഭാഗത്തൂടെ നമുക്ക് ഏറ്റവും മുകളിലെത്താൻ പറ്റും. മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ഇതിന് ഒരു ഭാഗം നോക്കിയാൽ ഫുള്ള് കടലാണ്. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള വാച്ച് ടവർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 വിങ്ങിലേക്കും ഏതെങ്കിലും ഒരു തടവുകാരൻ അനങ്ങിയാൽ അറിയാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ. കടൽ, ഒരു ഭാഗത്ത് കടൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ആ ബാക്കിയുള്ള ഭാഗത്തുള്ള ആ സെല്ലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. അവരുടെ ഭരണകാലത്തുള്ള കൊടിയ പീഡനത്തിൻ്റെ ഒരു ശേഷിപ്പുകളാണ് ഈ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. 698 സെല്ലുകൾ 7 ബ്ലോക്കുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൽ 4 ബ്ലോക്കുകൾ പോയി 3 ബ്ലോക്കുകൾ ബാക്കി നിലനിർത്തിയിട്ടുണ്ട് ഒരു ചരിത്ര ശേഷിപ്പായിട്ട്. ഏകദേശം 2 മണിക്കൂറാണ് സെല്ലുലാർ ജയിലിൽ നമുക്ക് ചെലവഴിക്കേണ്ടതുള്ളൂ. ഇതാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന ആ വേദി. ഇവിടെ ഇതിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ കൂടെ ഇത് അവതരിപ്പിക്കുകയാണ് ചെയ്യാം. ഇപ്പം നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഏകദേശം ആദ്യത്തെ ദിവസത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഷമീം ക, നമ്മളിവിടുത്തെ ടൂറിൻ്റെ ഓപ്പറേറ്റർ ഗൈഡൊക്കെ ആയിട്ടുള്ള ഷമീം ക. അപ്പോൾ പോർട്ട് ബ്ലെയറിലുള്ള കാർവിൻ കോർ ബീച്ചിലാണ് ഞാനുള്ളത്. സമയം 5:54 ഫുള്ള് ഇരുട്ടയക്കാം.
ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ബാക്കിയുണ്ട്, അവർക്ക് ഏകദേശം പൂട്ടി പോകാനായി. ചെന്നുള്ള ഷെല്ലുകളും ശംഖുകളും അതുപോലെ മുത്തുകളൊക്കെ കൊണ്ടുള്ള കുറേ ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് കടകൾ മാത്രമാണ് ഇപ്പോൾ കൂട്ടാതെ ബാക്കി വയ്ക്കുന്നത്. അപ്പോൾ ആൻഡമാനിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.